എല്ലാവർക്കും ഒന്നും കൂടി സാധനം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. വട്ടായി വാട്ടർഫോൾ. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ വാട്ടർഫോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവാനുള്ള വഴി. കാടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ ഇവിടുന്ന് വെള്ളം തന്നത് താഴത്തൊരു വലിയ വാട്ടർഫോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് പോയാലോ? ഇങ്ങോട്ടുണ്ടല്ലോ. ഫോട്ടോ വാ. പോയി മീൻ കൊത്തണു. വായോ വായോ കല്ല് പൊട്ടിച്ച് ഉണ്ടായ ഒരു കുളമാണ് ഇത്. ഇതിന്റെ മുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിന്റെ മുകളിൽ അറ്റത്തായിട്ട് ഒരു മരം നിൽക്കുന്നുണ്ട്, വലിയൊരു മരം. അവിടെ നിങ്ങൾ കണ്ടില്ലേ എന്റെ കണ്ണ മീൻ കുത്തുന്നുണ്ട്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇത് അവിടുന്ന് കറങ്ങിയിട്ട് ഇവിടെ കൂടെയാണ് വരുന്നത്. ഇത് താഴത്തേക്ക് കുറെ അത്യാവശ്യത്തിന് ആയുണ്ട് താഴത്ത്. പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. താഴത്ത് വെള്ളം ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വെള്ളം കാണാനുള്ള അവിടെ കുറെ പാറയാണ്, കുറെ സ്ഥലമുണ്ട്. അവിടെ താഴത്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അതുവഴി ഇറങ്ങാൻ വഴിയില്ല. അതുകൊണ്ട് റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് വേറൊരു വഴി കൂടെ വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ. അവിടെ കൂടെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ച് ഞാൻ ചാടാൻ വിളിക്കും. അമ്മ പറയും അത് കൂടെ വഴിയില്ല, അതുകൊണ്ട് റോട്ടിൽ കൂടെ പോയിട്ട് വേറെ വഴി കൂടെ ഇറങ്ങാം. മൊത്തം പണിയാണ് നമുക്ക് കിട്ടിയായിട്ട് ഇവിടെ വന്നപ്പോൾ. ഇറങ്ങേണ്ട വഴി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഞെട്ടും. നോക്ക് ഒറ്റ താത്ത് നോക്ക്. അപ്പൻ എന്നെ പിടിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്ത് പണിയാണ് കാണിച്ചിട്ട്.
താഴത്തേക്ക് പോകണം. ആ വാട്ടർഫോളാണ് കഴിച്ചത്. താഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കുത്തനെയുള്ളൊരു ഇറക്കുന്നുണ്ട്. ആ ഇറക്കം കഴിഞ്ഞിട്ടാണ് ഈ വാട്ടർഫോൾ വരുന്നത്. നമ്മൾ കണ്ടപ്പോൾ വലിയ സ്ഥലമാണ്. താഴത്തേക്ക് നോക്കിയിട്ട് വലിയ സ്ഥലം. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്ഥലമുണ്ട്, വലിയ സ്ഥലമുണ്ട്. കണ്ടപ്പോൾ പോകും. നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു ഗൈസ്. ഈ വെള്ളം നേരെ തന്നെ ഒഴുകിച്ചില്ലെന്ന് ഒരു പമ്പ് ഹൗസിലേക്കാണ്. ഇതാണ് അങ്ങോട്ടുള്ള കാഴ്ച. പറഞ്ഞത് ആ വാട്ടർഫോളിന്റെ ഒച്ച നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതെ, ഈ നമ്മളവിടെ കണ്ടില്ലേ വാട്ടർഫോള്, അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നത് ഇങ്ങോട്ടാണ്. ഈ വെള്ളം ഒഴുകിയിട്ട് പമ്പ് ഹൗസിലേക്ക് എത്തും. അവിടെ ഒരു വലിയ പമ്പ് ഹൗസ് ഉണ്ടെന്ന്. അല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കോറിയായിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാറ പൊട്ടിച്ച് വെള്ളം വന്നു. അപ്പോൾ വെള്ളം ഒഴുകിയിട്ട് അവിടെയും പാറ പൊട്ടിച്ചുണ്ടാവും. അപ്പോൾ അവിടെ വലിയൊരു കുളം പോലെ, കുളമല്ല എന്നുവെച്ചാൽ സ്റ്റോർ ചെയ്യുക അവിടെ. എന്നിട്ട് പമ്പ് ഹൗസിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മറ്റാവശ്യങ്ങൾക്കും കൃഷിയുടെ ആ കാര്യങ്ങൾക്കും ഒക്കെ വെള്ളം അപ്പോൾ തന്നെ കുറേ ഉണ്ട് കേട്ടോ. ആഴം കുറേ അധികം തോന്നുന്നു. അവിടെ തന്നെ നല്ല ഉണ്ടാവും ഏകദേശം. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കോറി പൊട്ടിക്കാന്ന്. ഈ ഓട്ട പോലത്തെ സ്ഥലങ്ങളിൽ ഡൈനാമിക് ഇട്ട് പൊട്ടിക്കും. അങ്ങനെ ആ കല്ലൊക്കെ കൊണ്ടുപോയിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം സ്റ്റോർ ആവും. നമ്മളവിടെ കണ്ടില്ലേ ഇങ്ങോട്ട് ഒഴുകി വരുന്ന വെള്ളം, അത് ഇവിടെയാണ് സ്റ്റോറാണ്. സോറി ഗൈസ്, ഞാൻ അവിടെ പറഞ്ഞ ഇത്തിരി തിരിച്ചെടുത്തേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടിരുന്നേക്കാട്ട് 10 അല്ല 100 ഇരട്ടി വെള്ളമാണ് ഇവിടെ. നോക്കുക, അവിടെ മുകളിൽ എന്ത് വലിയ പാറ. ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവിടെ നിന്നൊക്കെ നീന്തി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ മുകളിൽ കയറിയിട്ട് ആ നടുവിൽ വലിയൊരു പാറയുണ്ട്. അതിപ്പോഴും എന്നെ ഒരു പൊട്ടിക്കാണ് എറിച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർക്ക്. അവിടെ കണ്ടത് അതിനെക്കാട്ടും വലിയതായിട്ടും വലിയൊരിങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ പമ്പ് പോലത്തെ കുഞ്ഞിലില്ല, അത്യാവശ്യം വലിപ്പമുള്ള സാധനം കണ്ട. അതിൻ്റെ ഉള്ളിൽ കൂടെ മോട്ടർ അടിച്ചിട്ടാണ് മുകളിലേക്കൊക്കെ നല്ല ക്ലീൻ വെള്ളമായിട്ട് വീട്ടാവശ്യങ്ങൾക്കും പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കും ആയിട്ട് നൽകുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയുള്ള നമ്മുടെ വട്ടായി വാട്ടർഫോളിനുള്ള ആ കൊച്ചൊരു വീഡിയോ. നമ്മളപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ഗുഡ് ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ബൈ. ഞാൻ പോട്ടി.